എല്ലാവരുടെയും ഉള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ്. ഇപ്പോൾ പെട്ടെന്ന് എപ്പിലെപ്സി വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാം? ഈസ് ഇറ്റ് കംപ്ലീറ്റ്ലി ക്യൂറബിൾ? നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? അതോ മെഡിസിൻസിലേക്ക് മാത്രം നമ്മൾ റെസ്ട്രിക്ട് ചെയ്യേണ്ടതാണോ? അതോ കൺട്രോൾ ചെയ്ത് പോകേണ്ട ഒരു അസുഖമാണോ? മെഡിസിൻസിൻ്റെ സൈഡ് ഇഫക്ട്സ് മൂലം നമുക്ക് പല കാരണങ്ങളും വലിയ സൈഡ് ഇഫക്ട്സുകൾ മൂലം നമുക്ക് ഒരുപാട് പ്രോബ്ലമുകൾ നമുക്ക് ഫ്യൂച്ചറിൽ നേരിടേണ്ടി വരുമോ? പ്രത്യേകിച്ച് പ്രഗ്നൻസിയിലും അല്ലെങ്കിൽ ഫീമെയിൽസിന് എന്തെങ്കിലും അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട്സുകൾ ഉണ്ടാവും എന്നുള്ള ഒരു കോമൺ സംശയങ്ങളാണ്. സോ EEG കൂടെ നമ്മൾ ഫസ്റ്റ് ഇതൊരു സീഷറാണ് അല്ലെ എപ്പിലെപ്സി ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. എന്തുകൊണ്ട് നമ്മളത് സ്പെസിഫൈ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ സീഷർ പോലെ തന്നെയാണ് പല അസുഖങ്ങളും ഉണ്ട്. സിൻകോപ്പ് എന്ന് പറഞ്ഞ അസുഖം, പെട്ടെന്ന് നമ്മൾ നിന്നെടുത്ത് തന്നെ വീഴുക, കുഴഞ്ഞു വീഴുക, ഹാർട്ടിൽ ഏട്രിയൽ ഫിബ്രിലേഷൻ, ഹാർട്ടിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കാം. ഇപ്പോൾ ഒരുപാട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. അധികം സൈഡ് എഫക്ട്സുകൾ ഇല്ലാത്ത ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു 20 to 30% ആളുകളിൽ ട്രീറ്റ്മെൻറ്റിൽ എഫക്റ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ സർജിക്കൽ എപ്പിലെപ്സി സർജറീസ് അവൈലബിൾ ആണ്. സോ സർജറീസ് എല്ലാ കാൻഡിഡേറ്റ്സിനും അല്ലെ എല്ലാ പേഷ്യൻസിനും അവൈലബിൾ അല്ല. ഒരു പർട്ടിക്കുലർ ടൈപ്പ്, നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഫോക്കൽ എപ്പിലെപ്സി എന്ന് പറഞ്ഞ ചില സീഷേഴ്സ് ഉണ്ട്, ചെറിയ ബിഹേവിയറൽ പ്രോബ്ലം ഉള്ള ചില സീഷേഴ്സ്. ആ സീഷേഴ്സിൽ ഇപ്പോൾ ഒരു 80 to 90% നമുക്ക് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് കൂടെ നമുക്ക് കംപ്ലീറ്റ്ലി ഈ അസുഖം ക്യൂർ ചെയ്യാവുന്നതാണ്.